ഹലോ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്ന് നടന്ന HSI നാച്ചുറൽ സയൻസിന്റെ എക്സാമിൽ GK പോർഷൻ, ജനറൽ നോളജ് പോർഷനിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു ഡിസ്കഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ക്വസ്റ്റ്യനിലേക്ക് നോക്കുമ്പോൾ 81ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് കൺട്രി ലിഫ്റ്റഡ് ദ ട്രോഫി ആസ് ദ അണ്ടർ 20 വുമൻസ് വേൾഡ് കപ്പ് ചാമ്പ്യൻസ് 2022? അപ്പോൾ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് സ്പെയിൻ ആണ്. അപ്പം ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു അവ്യക്തതയുണ്ട്. അണ്ടർ 20 വുമൻസ് വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ അത് ക്രിക്കറ്റ് ആണോ ഫുട്ബോൾ ആണോ എന്താണെന്നുള്ള കാര്യം തെളിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് ഫുട്ബോൾ വേൾഡ് കപ്പ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് സ്പെയിൻ ആണ് കേട്ടോ. സ്പെയിൻ 3-1 ജപ്പാനെ 2022 നടന്ന വുമൻസ് ഫുട്ബോൾ വേൾഡ് കപ്പിൽ അണ്ടർ 20 വുമൺ വേൾഡ് കപ്പിൽ ജപ്പാനെ 3-1 എന്ന് പറയുന്ന മാർജിനിൽ പരാജയപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് സ്പെയിൻ ആണ്, ഓപ്ഷൻ സി. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വരുന്ന ചോദ്യം എന്ന് പറയുന്നത്, വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്കീംസ് ഈസ് എയിംഡ് അറ്റ് ദ വെൽഫെയർ ഓഫ് ട്രാൻസ്ജെൻഡർ പീപ്പിൾ ഇൻ കേരള? ട്രാൻസ്ജെൻഡേഴ്സിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് താഴെ പറയുന്നവയിൽ ഏത് സ്കീമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അപ്പോൾ നമുക്ക് 4 സ്കീമുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്: സ്നേഹയാനം, സഹജീവനം, ശ്രേഷ്ഠം, സഫലം. അപ്പോൾ ഇതിനകത്ത് സ്നേഹയാനം എന്ന് പറയുന്നത് ഇതിനാണ്, അതായത് ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന സ്പെഷ്യൽ ഡിസബിലിറ്റീസ് ഒക്കെ ഉള്ള, സ്പെഷ്യൽ നീഡ്സ് ആവശ്യമായിട്ടുള്ള കുട്ടികളുടെ അമ്മമാർക്ക് ഇലക്ട്രിക് ഓട്ടോസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് സ്നേഹയാനം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതല്ല അതിന്റെ ഉത്തരം. അടുത്തത് സഹജീവനം. എന്താണ് സഹജീവനം? സഹജീവനം എന്ന് പറഞ്ഞാൽ എൻഡോസൾഫാൻ വിക്ടിംസ് ആയിട്ടുള്ള ആളുകളുടെ പുനരുദ്ധാരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ് സഹജീവനം. അപ്പൊ അതുമല്ല ഇതിന്റെ ഉത്തരം. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ശ്രേഷ്ഠം. ശ്രേഷ്ഠം എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത് ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള അവരെ ആർട്സ്, സ്പോർട്സ് തുടങ്ങിയ മേഖലകളിൽ ഉയർത്തിക്കൊണ്ട് വരുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ശ്രേഷ്ഠം എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ ഇനി ഇതിനകത്ത് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് സഫലം. സഫലം എന്നുള്ളതാണ് ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, അതായത് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് പ്രൊഫഷണൽ കോഴ്സുകൾ, അതുപോലെ ഡിഗ്രി, ഡിപ്ലോമ ഒക്കെ പഠിക്കുവാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു സഫലം. അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് സഫലം എന്ന് പറയുന്ന പദ്ധതിയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഓഖി ചുഴലിക്കാറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇൻ വിച്ച് ഇയർ ഡിഡ് സൈക്ലോൺ ഓഖി റെക് ഹാവോക്ക് ഇൻ കേരള? കേരളത്തിൽ ഏത് വർഷമാണ് ഓഖി ചുഴലിക്കാറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്? 2017 ഈ ഒരു ഓഖി ചുഴലിക്കാറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും വളരെയധികം നാശനഷ്ടങ്ങൾ കേരളം, തമിഴ്നാട്, ലക്ഷദ്വീപ് തുടങ്ങിയ ഏരിയകളിൽ സംഭവിക്കും. അതുപോലെ ശ്രീലങ്കയിലും ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റുകൾ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, 2017 വർഷത്തിലാണ് ഓഖി ചുഴലിക്കാറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഹു എമംഗ് ദ ഫോളോവിങ് ലീഡേഴ്സ് ഡ്രൂ ഇൻസ്പിറേഷൻ ഫ്രം ശ്രീനാരായണ ഗുരു? ഡിസേബിൾസ് എന്നല്ല ചോദിച്ചിരിക്കുന്നത്, ആരൊക്കെയാണ് ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളിൽ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഡോക്ടർ പൽപുവിന്റെ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ നമുക്കറിയാം, SNDPയുടെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത് ഡോക്ടർ പൽപു ആണ് അല്ലെ. അപ്പോൾ അതിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയിട്ട് ആരാണ് വരുന്നത്? കുമാരനാശാനാണ്. അതുപോലെ രാജീവനാന്ത പ്രസിഡന്റ് ശ്രീനാരായണ ഗുരുവാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. ഓക്കെ, അതുപോലെ കുമാരനാശാനും SNDP ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആൾ തന്നെയാണ്. അതുകൊണ്ട് അപ്പം തീർച്ചയായിട്ടും ശ്രീനാരായണ ഗുരുവിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടുള്ള വ്യക്തിയാണ് കുമാരനാശാൻ എന്ന് നമുക്കറിയാം. അതുപോലെ നടരാജഗുരു എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യൻ തന്നെയായിരുന്നു. ഇനി നിത്യചൈതന്യതിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, നിത്യചൈതന്യതി നടരാജഗുരുവിന്റെ ശിഷ്യനായിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 4 പേരും ശ്രീനാരായണ ഗുരുവിൽ നിന്നും അദ്ദേഹത്തിന്റെ ആശയങ്ങളിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടുള്ള വ്യക്തികളാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ ചോദ്യം എന്താണ്? സെലക്ട് ദ കറക്റ്റ് ആൻസേഴ്സ് ഫ്രം ദ കോഡ്സ് ഗിവൺ ബിലോ. അപ്പൊ ഇതിനകത്ത് 1 and 2, 1 and 3, 1, 2 and 3 എന്നൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊന്നും ശരിയല്ല. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാവരും ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ആർ നോട്ട് കറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ഹെൻറി ലൂയിസ് വിവിയൻ ഡൊറോസിയോ? അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് നോട്ട് കറക്റ്റ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റേറ്റ്മെന്റുകൾ നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഹി വാസ് ആൻ ആംഗ്ലോ ഇന്ത്യൻ ബോൺ ഇൻ 1828. ആംഗ്ലോ ഇന്ത്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ, അതുപോലെ ഇന്ത്യൻ, രണ്ടും കൂടെ മിക്സഡ് ആയിട്ടുള്ള ഒറിജിൻ ഉള്ളവരാണ് ആംഗ്ലോ ഇന്ത്യൻസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഹി വാസ് ആൻ ആംഗ്ലോ ഇന്ത്യൻ. ഹെൻറി വിവിയൻ ഡൊറോസിയോ എന്ന് പറയുന്ന ആംഗ്ലോ ഇന്ത്യൻ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ 1828 അദ്ദേഹത്തിന്റെ ജനനം എന്ന് പറയുന്നത് 1809 ഹെൻറി വിവിയൻ ഡൊറോസിയോ ജനിക്കുന്നത്.
ഓക്കെ, അപ്പോൾ 1809 അദ്ദേഹത്തിന്റെ ജന്മവർഷം എന്ന് പറയുന്നത്. ഈ ഫൗണ്ടഡ് ദ അക്കാദമിക് അസോസിയേഷൻ. അക്കാദമിക് അസോസിയേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനം സ്ഥാപിച്ചിരിക്കുന്നത് ഹെൻറി വിൻഡോ റോസിയാണ്. ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. ഈ ഹാഡ് എ ഡീപ് ഫെയ്ത്ത് ഇൻ ഫ്രഞ്ച് റെവല്യൂഷൻ. ഫ്രഞ്ച് റെവല്യൂഷനിൽ അതിലെ ആശയങ്ങളുമായിട്ട് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന ആ ഒരു ആശയമായിട്ട് വളരെയധികം അടുത്തു ചേർന്ന് പ്രവർത്തിച്ച വ്യക്തിയാണ് ഹെൻറി വിൻഡോ റോസിയോ. 1809 ജനനം. 1831 അദ്ദേഹം മരിക്കുകയും ഉണ്ടായി. അതുപോലെ അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് ആണ് യങ് ബംഗാൾ എന്ന പേരിൽ കളക്റ്റീവ്ലി അറിയപ്പെട്ടിരുന്നു. അപ്പം ഇതിനകത്ത് സെലക്ട് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ കോട്ട്സ് ഗിവൺ ബിലോ. അപ്പം തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. അദ്ദേഹം ജനിച്ചിരിക്കുന്നത് 1809 ഏപ്രിൽ 18 ഓക്കെ, അപ്പം ആംഗ്ലോ ഇന്ത്യൻ ആണ് എന്നുള്ളത് ശരിയായിട്ടുള്ള പരാമർശം കൂടിയാണ് കേട്ടോ. അപ്പം തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് 1 മാത്രമാണ്. സോ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ. ഓക്കെ, അപ്പം അടുത്തതായിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് അറേഞ്ച് ദ ഫോളോവിങ് ഓർഗനൈസേഷൻ ഇൻ ദ ഓർഡർ ഓഫ് ദർ ഫൗണ്ടേഷൻ. അപ്പം ആദ്യമായിട്ട് ഇന്ത്യൻ അസോസിയേഷൻ ആണ്. ഇന്ത്യൻ അസോസിയേഷൻ 1876 ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. 1876, 1876. ഓക്കെ, ഇനി ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ, ദാദാഭായ് നവറോജി. ഇത് നമ്മുടെ സംഘടനകളുടെ കേസുകളിൽ വരുമ്പോൾ ഏറ്റവും ആദ്യത്തെ ഒരു അസോസിയേഷൻ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. 1866 ദാദാഭായ് നവറോജി ഫൗണ്ട് ചെയ്ത ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ. ഇനി നമുക്ക് വരുന്ന ഇന്ത്യ ലീഗ് ആണ്. ഇന്ത്യ ലീഗ് ശിശിർ കുമാർ ഘോഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. 1875 ഇനി അടുത്തത് പൂന സാർവജനിക് സഭ. 1870 MG റാനഡയാണ് ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. മഹാഗോവിന്ദ റനാഡെ എന്ന് പറയുന്ന MG റാനഡയാണ് ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, ഇതിന്റെ ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുമ്പോഴത്തേക്കും ദാദാഭായ് നവറോജിയുടെ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ആണ് ആദ്യമായിട്ട് വരുന്നത്, ഒന്നാമതായിട്ട് വരുന്നത്. ഇനി രണ്ടാമതായിട്ട് വരുന്നത് ഏതാണ്? 1870 പൂന സാർവജനിക് സഭ. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് വരുന്നത് 1875 ഇന്ത്യ ലീഗ്. അതുപോലെ നാലാമതായിട്ട് വരുന്നത് ഇന്ത്യൻ അസോസിയേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്. 2, 4, 3, 1 എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഓർഡർ എന്ന് പറയുന്നത്. അപ്പം ആദ്യം വന്നത് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ 1866, രണ്ടാമത് വന്നത് പൂന സാർവജനിക് സഭ 1870, മൂന്നാമത് വന്നിരിക്കുന്നത് ഇന്ത്യൻ ലീഗ്, നാലാമത് വന്നിരിക്കുന്നത് ഇന്ത്യൻ അസോസിയേഷൻ. ഓക്കെ, അടുത്ത ചോദ്യം. ദ ഫസ്റ്റ് യൂറോപ്യൻ പവർ ഹു എസ്റ്റാബ്ലിഷ്ഡ് ട്രേഡിംഗ് സെന്റർ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ട്രേഡിംഗ് സെന്റർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഇംഗ്ലീഷ്, പോർച്ചുഗീസ്, ഡച്ച്, ഫ്രഞ്ച്, ഈ 4 ഓപ്ഷൻസ് ആണുള്ളത്. നമുക്കറിയാം ആദ്യമായിട്ട് ഇന്ത്യയിൽ എത്തിയത് പോർച്ചുഗീസുകാരാണെന്ന് അറിയാം. ഇപ്പൊ പോർച്ചുഗീസുകാർ തന്നെയാണ് ആദ്യത്തെ ട്രേഡിംഗ് സെന്റർ ഓപ്പൺ ചെയ്യുന്നത്. അത് 1502 കൊയിലാണ്, നമ്മുടെ കൊല്ലത്താണ് ആദ്യമായിട്ട് ഇത് ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ. 1502 പോർച്ചുഗീസുകാരാണ് അപ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റ് യൂറോപ്യൻ പവർ ഹു എസ്റ്റാബ്ലിഷ്ഡ് ട്രേഡിംഗ് സെന്റർ ഇൻ ഇന്ത്യ. ആദ്യമായിട്ട് ഒരു ട്രേഡിംഗ് സെന്റർ സ്ഥാപിക്കുന്നത് പോർച്ചുഗീസുകാരാണ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് ദി ഇവന്റ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ടഡ് ടു ദ ഫോർമേഷൻ ഓഫ് UN ആർ ഗിവൺ ബിലോ. അറേഞ്ച് ദം ക്രോണോളജിക്കലായിട്ട് ഇത് അറേഞ്ച് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് അറ്റ്ലാന്റിക് ചാർട്ടർ 1941 അതുപോലെ സാൻ ഫ്രാൻസിസ്കോ കോൺഫറൻസ് എന്ന് പറയുന്നത് 1945 അതുപോലെ ദ ഡിക്ലറേഷൻ ഓഫ് ദ യുണൈറ്റഡ് നേഷൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം 1942 പിന്നെ മോസ്കോ കോൺഫറൻസ് പല വർഷങ്ങളിലും നടന്നിട്ടുണ്ടെങ്കിലും പ്രധാനപ്പെട്ട മോസ്കോ കോൺഫറൻസ് നടക്കുന്നത് 1943 ഓക്കെ, അപ്പം ഇതിന്റെ ക്രോണോളജിക്കൽ ഓർഡർ പറയുമ്പോൾ നമുക്ക് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ആദ്യമായിട്ട് നടക്കുന്ന അറ്റ്ലാന്റിക് ചാർട്ടർ, പിന്നെ രണ്ടാമത് ഡിക്ലറേഷൻ ഓഫ് യുണൈറ്റഡ് നേഷൻസ് 1942 പിന്നെ അതിനുശേഷം നാലാമത് വരുന്ന മോസ്കോ കോൺഫറൻസ്, ഇനി അതിനുശേഷം ഏറ്റവും അവസാനം സാൻ ഫ്രാൻസിസ്കോ കോൺഫറൻസ്. അപ്പം ഈ പറയുന്ന സംഭവങ്ങളെല്ലാം, ഈ ഇവന്റുകളെല്ലാം യുണൈറ്റഡ് നേഷൻസിന്റെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അതിന്റെ ക്രോണോളജിക്കൽ ഓർഡർ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇയറുകളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ സി. ഓക്കെ, അടുത്തതായിട്ടുള്ള ചോദ്യം. ദ സയന്റിഫിക് സ്റ്റഡി ടു ഫൈൻഡ് ഔട്ട് ദ ഏജ് ഓഫ് ട്രീസ് ഇസ് നോൺ ആസ്. എന്താണ് അതിന്റെ ഉത്തരം? ഡെൻഡ്രോക്രോണോളജിയാണ് കേട്ടോ. നമ്മുടെ PSCയുടെ എക്സാമുകൾക്കെല്ലാം വളരെ റെഗുലർ ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഡെൻഡ്രോക്രോണോളജിയാണ്. ഈ വൃക്ഷങ്ങളുടെ ഉണ്ടാകുന്ന റിങ്ങുകളൊക്കെ കണക്കാക്കിക്കൊണ്ട് അതിന്റെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് ഡെൻഡ്രോക്രോണോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് വിച്ച് അമംഗ് ദ ഫോളോവിംഗ് ഈസ് ഓർ ആർ ദ ഇനിഷ്യേറ്റീവ്സ് ഓഫ് നീതി ആയോഗ് ടു എൻകറേജ് ദ യൂസ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ് ആൻഡ് ഇംപ്രൂവ് എയർ ക്വാളിറ്റി. അപ്പൊ എയർ ക്വാളിറ്റിയുടെ ഇംപ്രൂവ്മെന്റ്, അതുപോലെ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ യൂസേജ്, ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന സ്കീമുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്.
ഓക്കെ, അപ്പോൾ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഓപ്ഷൻ 2 ആൻഡ് 4 ആണ് കേട്ടോ. ശൂന്യ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ പൊല്യൂഷൻ, അതായത് സൗണ്ട് പൊല്യൂഷന്, എയർ പൊല്യൂഷനും ഒക്കെ കുറയ്ക്കുക. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം വഴി സൗണ്ട് പൊല്യൂഷനും എയർ പൊല്യൂഷനും കുറയ്ക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ശൂന്യ സ്കീം വന്നിരിക്കുന്നത്. ഇനി ഈ അമൃത് എന്ന് പറയുന്നത് എന്താണ്? ചാർജിങ് സ്റ്റേഷനുകളുടെ ഇൻഫ്രാസ്ട്രക്ചർ എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് വിവരങ്ങൾ കൊടുക്കുക. അതുപോലെ ഇലക്ട്രിക് വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സബ്സിഡികൾ, മറ്റു ഓഫറുകൾ, മറ്റ് പോളിസികൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റു പോളിസികൾ, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള അവയർനെസ് കൊടുക്കുന്ന ഒരു പോർട്ടലാണ് ഈ അമൃത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ യൂസേജ്, അതുപോലെ എയർ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്സ്, ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്കീമുകൾ എന്ന് പറയുന്നത് ശൂന്യ ആൻഡ് ഈ അമൃതാണ്. അപ്പോൾ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആൻഡ് 4 ആണ് കേട്ടോ. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് വേർ വിൽ ദ 2028 ഒളിമ്പിക്സ് ഹെൽഡ്? 2028 സമ്മർ ഒളിമ്പിക്സ് നടക്കുന്ന എവിടെയാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ബ്രിസ്ബെയിൻ, ലോസ് ആഞ്ചലസ്, മിലാൻ, സാൾട്ട് ലേക്ക് സിറ്റി, ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ലോസ് ആഞ്ചലസ് ആണ് കേട്ടോ. അമേരിക്ക ലോസ് ആഞ്ചലസിലാണ് നമ്മുടെ 2028 ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത്. ഇനി 2032 ബ്രിസ്ബെയിനിലാണ് കേട്ടോ. ബ്രിസ്ബെയിനിലാണ് 2032 ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ 2026 ഫുട്ബോൾ വേൾഡ് കപ്പ് 2026, അതായത് അടുത്ത വർഷം ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുന്നുണ്ട്. കാനഡ, മെക്സിക്കോ, USA ഈ 3 രാജ്യങ്ങൾ കൂടെ ചേർന്നിട്ടാണ് ഈ 2026 ഫുട്ബോൾ വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ കാര്യം കൂടെ ഓർത്തു വെക്കുക. ഇത്തരം ഇവന്റുകളുടെയൊക്കെ വെന്യൂസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഓക്കെ, അതുപോലെ ബ്രിസ്ബൻ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലാണ്. 2032 ഒളിമ്പിക്സ് നടക്കാൻ പോകുന്ന ഓസ്ട്രേലിയയിലെ ബ്രിസ്ബനിലാണ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. സുഭാഷ് ചന്ദ്രബോസ് വാസ് യുനാനിമസ്ലി എലക്ടഡ് ആസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇൻ ദ ആനുവൽ കോൺഫറൻസ് ഹെൽഡ് അറ്റ്. അപ്പോൾ ഈ കോൺഫറൻസ് എവിടെ വെച്ചാണ് നടന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ത്രിപുരി, കൽക്കത്ത, ഹരിപുര, നാഗ്പൂർ, 4 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഹരിപുരയാണ് കേട്ടോ. 1938 നടന്ന ഹരിപുര സമ്മേളനത്തിലാണ് അദ്ദേഹം യുനാനിമസ് ആയിട്ട് INC പ്രസിഡന്റ് ആയിട്ട് എലക്ട് ചെയ്യപ്പെടുന്നത്. 1939 അദ്ദേഹം വീണ്ടും എലക്ട് ചെയ്യപ്പെട്ടു. പക്ഷെ ഗാന്ധിജിയുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞു പോവുകയും അതേ തുടർന്ന് ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന പുതിയൊരു സംഘടന സ്ഥാപിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പൊ ആ കാര്യം ഓർത്തിരിക്കുക. 1938 INC പ്രസിഡന്റ് ആയിട്ട് യുനാനിമസ് ആയിട്ട് സുഭാഷ് ചന്ദ്രബോസ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. 1939 പട്ടാഭി സീതാരാമയ്യയുമായിട്ട് മത്സരിച്ച് INCയിൽ അദ്ദേഹം പ്രസിഡന്റ് ആയി. പക്ഷെ പിന്നീട് ഗാന്ധിജിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം അതിൽ നിന്ന് പിരിഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് 73ാമത്തെ ഒരു ചോദ്യമുണ്ട്. ഡ്യൂറിംഗ് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് പാർലൽ ആസാദ് ഗവൺമെന്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇറ്റ് എന്ന് പറയുന്ന 4 ഓപ്ഷൻസ് നമുക്കുണ്ട്. അലഹബാദ്, അഹമ്മദാബാദ്, പൂനെ, മീററ്റ്. അപ്പോൾ ഇതിനകത്ത് ഈ ഓപ്ഷൻസ് ഒന്നും തന്നെ അങ്ങനെ കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ക്യാൻസൽ ആവാൻ ഒരു സാധ്യത കാണുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. അലഹബാദ്, അഹമ്മദാബാദ്, പൂനെ, മീററ്റ് 4 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. പക്ഷേ ഇതിനകത്ത് പൂനെക്ക് അടുത്തുള്ള സത്താറയിലൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ പറഞ്ഞ പോലെ ആസാദ് ഗവൺമെന്റ് ഒരു ഫോർമേഷൻ നടന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്നെങ്കിൽ ക്യാൻസൽ ചെയ്യാനാണ് കൂടുതലും സാധ്യത കാണുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ നോക്കുന്ന റെഫർ ചെയ്ത ടെക്സ്റ്റുകളിലൊന്നും ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ആൻസർ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻ നമുക്കിവിടെ വിട്ടേക്കാം. കാരണം ഇത് പല സ്ഥലങ്ങളിലും മറ്റു പല സ്ഥലങ്ങളിലും ഈ സമയത്ത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് 1942 നടന്നത്. ആ ഒരു സമയത്ത് പല സ്ഥലങ്ങളിലും ഈ ആസാദ് ഗവൺമെന്റുകൾ ഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും തന്നെ കൃത്യമായിട്ട് ഫോം ചെയ്തതായിട്ട് ഒരിടത്തും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വരുന്ന ചോദ്യം നീതി ആയോഗ് NITA സ്റ്റാൻഡ്സ് ഫോർ വാട്ട്? അപ്പോൾ ഓപ്ഷനിൽ നമുക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫറിംഗ് ഇന്ത്യ എന്നുണ്ട്, അത് തെറ്റാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫറിംഗ് ഇന്ത്യ, അത് തെറ്റാണ്. നാഷണൽ ഇനിഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, തെറ്റാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ D ആണ് നമുക്ക് നീതി ആയോഗിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം ചോദ്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും നാച്ചുറൽ സയൻസിന്റെ എക്സാമിൽ GK പോർഷനിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഇനിയുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ട് പോവുക. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം ചെയ്യാൻ പറ്റുന്ന രീതിക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു ഇനി എക്സാം എഴുതുന്നവർക്ക്. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ താങ്ക് യു.